വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം മിനിമം, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ, റേറ്റ് ഓഫ് ചേഞ്ച്, പിന്നെ ടാൻജൻറ്റ് ആൻഡ് നോർമൽ. ടാൻജൻറ്റ് ആൻഡ് നോർമൽ നമുക്ക് എക്സാമിന് ഡിലീറ്റഡ് ആയിരുന്നു, എങ്കിലും ടീമിനുണ്ട്. നമുക്കെല്ലാം കുറേ കവർ ചെയ്യാനുണ്ട്. അതെല്ലാം വീഡിയോ നിങ്ങൾ കാണുക, ചെയ്ത് പഠിക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യും. എല്ലാവർക്കും ഹാപ്പി വിഷു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. f of x tan inverse sin x plus cos x. Tan inverse sin x plus cos x is defined on closed interval 0 to pi. 0 to pi. Then fx is ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഞാൻ ഓപ്ഷൻസ് എഴുതിയിട്ടില്ല. ഇൻക്രീസിങ് ഇൻ 0π/4 യൂണിയൻ 5π/4 2π, ഡിക്രീസിങ് ഇൻ 5π/4 5π/4. നമുക്ക് ഇൻക്രീസിങ് ആയാലും ഡിക്രീസിങ് ആയിരുന്നാലും നമ്മൾ ഫസ്റ്റ് എടുത്ത് നോക്കണ്ടേ f'(x) ഡെറിവേറ്റീവ് അല്ലേ. f'(x) tan ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/1 + x² sin x plus cos x the whole square into chain rule. Derivative of this, derivative sin x cos x, derivative of cos x minus x. 1 plus നമുക്കും ഇവിടെ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇതിൽ ഏതാണെന്ന് ആദ്യം അറിയത്തുമില്ല അല്ലേ. അപ്പം നമുക്ക് ആദ്യം f'(x) > 0 വരുന്ന ഇൻ്റർവൽ അത് നോക്കാം. അത് ഓപ്ഷൻ ഇല്ലെങ്കിൽ ഡിക്രീസിങ് നോക്കാം. Sin x plus cos x the whole square is always positive. So denominator is greater than 0 and it's positive. Greater than 0. Cos x minus sin x നമുക്ക് എന്താണെന്ന് നോക്കാം. ഇത് ന്യൂമറേറ്റർ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? f'(x) is less than 0 because this is denominator is greater than 0. This is greater than 0, then f'(x) is greater than 0. Cos x minus sin x. √2 into 1/√2 cos x minus 1/√2 sin x. Cos π/4 cos x minus sin π/4 sin x. Cos 45 എത്രയാണ്? 1/√2. sin 45 1/√2. Cos a cos b minus sin a sin b. That is cos π/4 plus x. This is cos π/4, this is sin π/4. Cos a cos b minus sin a sin b. That is cos a plus b. (0 to 2π) തന്നിരിക്കുന്നത് അല്ലേ. 0 to 2π. കോസ് 0 വരുന്നത് ഏതൊക്കെയാണ്? cos 90യും cos 270. 90 കിട്ടണമെങ്കിൽ ഇവിടെ π/4 plus x ആണ്. എക്സിന് ഏത് വന്നാൽ മതി? π/4. π/4 plus π/4 cos 90 0. 270 കിട്ടണമെങ്കിലോ 3π/4 അല്ലേ. സോറി 270 3π/2 3π/2 minus π/4 5π/4. 0 to π/4 30 ഡിഗ്രിയാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് വരും? cos 75 വരും. ഫസ്റ്റ് ക്വാഡ്രന്റ് cos ഈസ് പോസിറ്റീവ്. ഇൻ ദിസ് ക്വാഡ്രന്റ് ഇവിടെ ക്വാഡ്രൻ്റ് അല്ല, സോറി, ദിസ് ഇൻ്റർവൽ π/4 to 5π/4 45
60 ആണ് വരുന്നതെങ്കിൽ നമുക്കറിയാം ഏത് ക്വാഡ്രൻ്റ് ആവും, സെക്കൻഡ് ക്വാഡ്രൻ്റ് ആവും. സെക്കൻഡിലും തേർഡിലും എന്താ കോസ് നെഗറ്റീവ് അല്ലേ. 5π/4 to 2π. 5/4 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫോർത്ത് ക്വാഡ്രൻ്റ് ആവും. ഫോർത്ത് ക്വാഡ്രൻ്റിൽ പോസിറ്റീവ്. നമുക്കിവിടെ എന്താ പറയാം, ഇൻ 0π/4 f of x, in 0π/4 union 5π/4 to 2π f dash x is greater than 0. So f of x is increasing in this and this. F of x is increasing in closed interval 0π/4 union 5π/4 comma 2π. നമുക്ക് ഇൻക്രീസിങ് ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കണം, ഡിക്രീസിങ് നോക്കാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡിക്രീസിങ് പറയാം. ഏതാണ്? ഇൻ ഓപ്പൺ ഇൻ്റർവൽ π/4 to 5π/4. ഇതിലെ ആൻസർ ഇതാണ്. ഞാൻ ഡിക്രീസിങ് കൂടെ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഡിക്രീസിങ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്തെഴുതും? ഇൻ ഓപ്പൺ ഇൻ്റർവൽ π/4 f of x is decreasing. ഈ ഓപ്ഷൻ ഇല്ല, ഈ ഓപ്ഷനാണ് ആൻസർ. ഇതില്ല, ഇതായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് എഴുതണം. 5/4 to 5π/4 f of x is decreasing. Question number 2. Altitude of a cone is 10 centimeter and its semi-vertical angle is 30 degree. If the semi-vertical angle is increasing at the rate of 2 degree per second, then the radius of the base is increasing at the rate of options. The altitude of a cone is 10 centimeter and its semi-vertical angle is 30 degree. If the semi-vertical angle is increasing at the rate of 2 degree per second, then the radius of the base is increasing at the rate of semi-vertical angle theta. ഇതിലൊക്കെ തീറ്റ എന്ന് കൊടുക്കാം. തീറ്റയുടെ 30 ഡിഗ്രി ആണ്. സെമി വെർട്ടിക്കൽ ആംഗിൾ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 2 ഡിഗ്രി. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഡി തീറ്റ ബൈ ഡി ടി 2 ഡിഗ്രി പെർ സെക്കൻഡ്. നമുക്ക് ആൾട്ടിറ്റ്യൂഡിൻ്റെ the altitude of a cone is 10 centimeter
and its semi-vertical angle is increasing at the rate of 2 degrees per second, then the radius of this is 90. Tan theta opposite by adjacent. Tan theta is equal to r by 10, so r is equal to 10 tan theta. dr by dt. 10 into derivative of tan theta, c square theta into d theta by dt. dr by d theta നമുക്ക് കാണേണ്ടത് 10 into here theta is equal to 30. Sec 30 cos 30 root 3 by 2. Sec 30 2 by root 3 square in 4 by 3. d theta by dt 2. That is equal to 2 into 4 8 into 10 80 by 3. So 10 centimeter. So unit is centimeter per second. നമ്മൾ ഈ റൈറ്റ് ട്രയാങ്കിളിൽ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡാണ് റേഡിയസ് അല്ലേ. ടാൻ തീറ്റ എടുത്ത് എന്ത് വരും? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് r by 10. d theta by dt 2 degree per second. Tan theta r by 10, so r is equal to 10 tan theta. dr by dt respect to t, rate of change. Sorry. dr by dt is equal to tan theta 10 into c square theta into d theta by dt. d theta by dt 2. Theta 30 over c 30 root 2 by root 3 square in 4 by 10 into 4 into 2 80 by 10. The side of a square is equal to the diameter of a circle. If the side and radius change at the same rate, then the ratio of the change of their areas. Ratio of the change of their areas. The side of a square is equal to diameter of the circle. Square in the side, circle in the diameter same. Side and radius change at the same rate. Side x and dx by dt, radius diameter radius r and dr by dt same. Area change ratio of the change of their areas. Side x side side of square x radius r. The side is equal to diameter. X is equal to ρr. Side and radius change at the same rate. Means dx by dt, that is equal to dr by dt. Find the ratio of the change of their areas. Area of square a1 side into side. Ratio of area of circle pi r square. B of
A1 by dt. നമുക്ക് ഏരിയയുടെ ചേഞ്ചാണ് അത് കാണുന്നത്. ഈ ഏരിയ നമ്മൾ ടിയിൽ ഡിഫറൻഷ്യൽ 2x ഇൻറ്റു dx by dt dA2 by dt pi ഇൻറ്റു 2r ഇൻറ്റു dr by dt d of A1 by dt by d of A2 by dt 2x into dx by dt അല്ലേ by 2 pi r into dr by dt. ഇവിടെ dx by dt dr by dt ഈക്വൽ ആണ്. അത് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ. ഇവിടെ എക്സ് എന്താ വന്നിരുന്നത് 2 ആണ്. സോ റേഷ്യോ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം 2:5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 4. Find the values of k. For which the function f of x kx cube minus 9x square plus 9x plus 3 may be increasing on r. R means set of real numbers. Find the values of k for which the function f of x may be increasing on r. പറയാലോ ഇൻക്രീസിങ് ആയാലും ഡിക്രീസിങ് ആയാലും ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും f dash x k into 3x square 18x plus 9 3 common kx square plus 3. ഒരു റിസൾട്ട് ഒന്ന് നോട്ട് ചെയ്യാം. ax square plus bx plus c greater than 0 for every x element r, capital R. If ഇങ്ങനെയാണ് വരുന്നെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻ here coefficient of x square a greater than 0 and b square minus 4ac less than 0. എക്സിന് നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും ഈ ഫുൾ ഫങ്ഷൻ്റെ ഹോൾ വാല്യൂ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ആയിരിക്കണമെങ്കിൽ എന്താണ് എ ഗ്രേറ്റർ ദാൻ 0 ഇത് പോസിറ്റീവ് ആയിരിക്കണം. പിന്നെ ബി സ്ക്വയർ മൈനസ് 4ac ഡിസ്ക്രിമിനൻറ്റ് എന്തായിരിക്കണം ലെസ് ദാൻ 0. ഇവിടെ ഒരു കണ്ടീഷൻ നമുക്ക് എന്തെങ്കിലും ഫോർ കെ ഈസ് ഗ്രേറ്റർ ദാൻ 0. b square minus 4ac 36 minus 4 into k into 3. 36 is less than 23. Dividing both sides by positive 12. Inequality matter 3 less than k or k greater than. നമുക്ക് ഓപ്ഷനിൽ ഇത് മാത്രമേ ഉള്ളൂ.
a greater than. നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്യുക. ax² + bx + c ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫോർ എവരി എക്സ് എലമെൻ്റ് ആണ്. മറ്റേ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും പോസിറ്റീവ് കിട്ടുന്നുണ്ട്. രണ്ട് കണ്ടീഷനുണ്ട്. 1 a greater than 0 and discriminant is less than 0. Question number 5. The least value of k for which the function f of x x² + ax + 1 may be increasing on closed interval 1. ഇവിടെ ഇൻക്രീസിങ് ആണ് എന്ന് തന്നിട്ടുണ്ട്. f'(x) greater than 0 implies 2x derivative of kx k greater than -2x. ഇവിടെ ലീസ്റ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഇൻ്റർവെല്ലിൽ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഈ ഇൻ്റർവെൽ ഇൻ ദിസ് ഇൻ്റർവെൽ ലീസ്റ്റ് വാല്യൂ ഓഫ് എക്സ് ഉണ്ടോ 1. സോ k greater than -2. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ, ചെറിയ ക്വസ്റ്റ്യൻ. ഒരു സ്റ്റുഡൻറ്റ് ക്യുസാറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യണമെന്ന് കമൻറ്റിലുണ്ട്. ഒന്ന് ശ്രമിക്കാം. കളക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇടാം. A point on the parabola y² is equal to 18x, at which the ordinate increases. Coordinate means y coordinate. Coordinate increases at twice the rate of axis. Twice the rate of axis. ആക്സിസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എക്സ് കോർഡിനേറ്റ്. A point on the parabola y² is equal to 18x, at which the ordinate increases at twice the rate of axis. നമുക്കിവിടെ പോയിന്റ് ഓൺ ദി പരാബോള തന്നിട്ടുണ്ട്. അതിൽ ഒരു പോയിന്റ് കാണും. കണ്ടീഷൻ എന്താ? y കോർഡിനേറ്റ് ഓർഡിനേറ്റ്. dy/dt is equal to 2 into dx/dt. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. 2 into dx/dt. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2y into
dy by dt 18 into dx by dt. നമുക്ക് dy by dt ക്ക് എന്ത് കൊടുക്കാം? 2 dy by dx by dt. Two into y into 2 dx by dt 18 into dx by dt dx by dt dx by dt. Yes. I is equal to 9. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? y square is equal to 18x. പരാബോളയുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y square is equal to 18x by 9 by 2, 9 by 2 square, 81 by 4, 18x. So x is equal to 81 by 4 into 8 by 8. Therefore, point on the curve is 9 by 8, 9 by 8. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ടാൻജൻ്റ് ആൻഡ് നോർമൽ അത് കുറേ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നുണ്ട്. ഇത് മാക്സിമം മിനിമം 1-2 വീഡിയോ ആയിട്ട് ഞാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു.